നിങ്ങളൊരു ബുക്കും പെന്നൊക്കെ എടുത്ത് വെക്കുക. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്ന് കുറിച്ച് വെക്കണം. കാരണം നമ്മൾ ഇനി എഴുതുന്ന ബ്ലോഗ് പോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗൂഗിൾ ആൽഗോരിതം അപ്ഡേറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, എല്ലാവരും കുറിച്ച് വെക്കണം. അംബരീഷ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് പാണ്ട എന്ന് പറയുന്ന ആൽഗോരിതം അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്പം ഗൂഗിൾ ആൽഗോരിതം അപ്ഡേറ്റിനെ പറ്റി ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2008 2009 കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ ഗൂഗിളിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ അധികം വരാനൊക്കെ തുടങ്ങിയത് കാരണം ഗൂഗിള് സ്ട്രോങ് ആയിട്ടുള്ള ആൽഗോരിതം ചേഞ്ചസ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുകയുണ്ടായി. മെയിനായിട്ടുള്ള കാര്യം, ഗൂഗിളിൻ്റെ പുറത്തുള്ള ലോകത്തുള്ള വെബ് മാസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് അല്ലേ. ഗൂഗിളിനകത്തുള്ള സ്റ്റാഫും അവരുടെ സെർച്ച് എഞ്ചിനീയേഴ്സും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പുറത്തുള്ള ആൾക്കാരെന്നുള്ളത് ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വഴി, അല്ലെങ്കിൽ അവർ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി ശ്രമിക്കുന്ന പല ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഗൂഗിളിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് വരാൻ തുടങ്ങി. ഈ ക്വാളിറ്റി കുറഞ്ഞ് വരുന്ന റിസൾട്ടിനെ അവോയ്ഡ് ചെയ്യുകയും ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി അവരൊരു പ്രത്യേക ടീം രൂപീകരിച്ചു. വെബ് സ്പാം ക്വാളിറ്റി ടീം എന്നാണ് തന്നെ പറയുക. വെബ് സ്പാം ക്വാളിറ്റി ടീം എന്നും വെബ് സ്പാം ടീം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് സ്പാമി ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ വരാതിരിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ടീമിനകത്തുണ്ടായിരുന്നത്. അതിൻ്റെ തലപ്പത്ത് മാറ്റ്കട്സ് എന്ന് പറയുന്ന ഒരാളിനെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൽഗോരിതം അപ്ഡേറ്റ്സ് ഗൂഗിൾ നടത്തി തുടങ്ങുകയും ചെയ്തു. ഇതാണ് 2008-2009 കാലഘട്ടത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അവർ ടീം രൂപീകരിച്ച് അതിനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? സ്ട്രോങ് ആയിട്ടുള്ള ആൽഗോരിതം അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പല ആൾക്കാർ ചെയ്യുന്ന സ്പാം ആക്ടിവിറ്റീസിനെ പറ്റി റിസർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് ഗഹനമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഗൂഗിളിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് വരാറുള്ളത് എന്ന് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ആൾക്കാരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചും ആ ആക്ടിവിറ്റീസ് വഴി ക്വാളിറ്റി കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ അടച്ചുള്ള ഒരു യുദ്ധമായിരുന്നു അവർ നടത്തിയ ആൽഗോരിതം അപ്ഡേറ്റ്സ് വേണമെങ്കിൽ പറയാം. 2010 ശേഷമാണ് അവർ സ്ട്രോങ് ആയിട്ട് നടത്തി തുടങ്ങിയത്. 2011 നമ്മളിപ്പോൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആൽഗോരിതം അപ്ഡേറ്റ്സ് എന്നുള്ള കാറ്റഗറിക്കകത്ത് പഠിക്കുന്ന ടോപ്പിക്ക് തുടങ്ങുക. എന്നാൽ 2010 മുമ്പൊക്കെ ഒരുപാട് ആൽഗോരിതം അപ്ഡേറ്റുകൾ ഗൂഗിൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പല പല ചേഞ്ചുകൾ, അവരുടെ വർക്കിംഗ് ടാക്ടിക്സ് ഒക്കെ അവർ ആൽഗോരിതം ചേഞ്ച് കൊണ്ടാണ് മാറ്റിയിട്ടുള്ളത്. പേരെടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആൽഗോരിതം ചേഞ്ച് നെയിം കൊടുത്തുകൊണ്ട് തന്നെ പല ആൽഗോരിതം അപ്ഡേറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ വലിയ പ്രാധാന്യമുള്ളതല്ല. ഏറ്റവും പ്രാധാന്യമുള്ളതും നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്തോ നമ്മൾ പാഠ്യവിഷയമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള ആൽഗോരിതം അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്ന 2011 മുതലുള്ള ആൽഗോരിതം അപ്ഡേറ്റ്. 2011 അവർ നടത്തിയ ഒരു ആൽഗോരിതം അപ്ഡേറ്റ് ആണ് പാണ്ട എന്ന് പറയുന്ന ആൽഗോരിതം അപ്ഡേറ്റ്. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഗൂഗിൾ ആൽഗോരിതം അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന നിങ്ങൾ ഇനി വേർഡ്പ്രസ്സിനകത്ത് എഴുതാൻ പോകുന്ന പോസ്റ്റിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഡിസ്ക്രിപ്ഷനും കൂടെയാണ് കണക്കാക്കി നിങ്ങൾ കുറിച്ച് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ 2011 മുമ്പ് അവർ ടീം രൂപീകരിച്ചു. അതിൻ്റെ തലപ്പത്ത് മാത്യു കട്ട്സ് അഥവാ മാറ്റ് കട്ട്സ് എന്ന് പറയുന്ന ആളിനെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ചുകളും ആക്ടിവിറ്റീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണ്? ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി മാത്രം. എന്നിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ തുടങ്ങി വെച്ച ആൽഗോരിതം അപ്ഡേറ്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 2011 നടത്തിയ പാണ്ട എന്ന് പറയുന്ന ആൽഗോരിതം അപ്ഡേറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ആൽഗോരിതം അപ്ഡേറ്റ് ആണ്. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്താണ് പാണ്ട ആൽഗോരിതം അപ്ഡേറ്റ്സ് എന്നുള്ളത്. അതിൻ്റെ കൂടെ ചോദിക്കുന്നതാണ് ഇത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഉണ്ട്. 2011 പാണ്ട ആൽഗോരിതം അപ്ഡേറ്റ് ആദ്യമായിട്ട് ഗൂഗിൾ നടപ്പിലാക്കുന്നത്. എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടന്റ് സ്പാം ആക്ടിവിറ്റീസിനെതിരെ ഗൂഗിൾ കോമൺ ആയിട്ട് നടത്തിയ ഒരു ആൽഗോരിതം അപ്ഡേറ്റ് ആണ് പാണ്ട എന്ന് പറയാം. പലതരത്തിലുള്ള കണ്ടന്റ് സ്പാം ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ എവിടെ വരാൻ തുടങ്ങി? ഗൂഗിളിനകത്ത് വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റ് സ്പാം ആക്ടിവിറ്റി ചെയ്ത് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ ഗൂഗിളിനകത്ത് വരാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ പ്രത്യേകം നടത്തിയ ആൽഗോരിതം അപ്ഡേറ്റ് ആണ് പാണ്ട അപ്ഡേറ്റ്. അപ്പോൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പാണ്ട അപ്ഡേറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് സ്പാം ആക്ടിവിറ്റീസിനെതിരെ കണ്ടന്റ് സ്പാം ആക്ടിവിറ്റീസിനെതിരെ ഗൂഗിൾ നടത്തിയ ആൽഗോരിതം. അപ്പോൾ സിമ്പിളായിട്ടൊരു ആൻസറാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. കണ്ടന്റ് സ്പാമിങ്ങിനെതിരെ അല്ലെങ്കിൽ കണ്ടന്റ് സ്പാം ആക്ടിവിറ്റീസിനെതിരെ ഗൂഗിൾ നടത്തിയ ആൽഗോരിതം അപ്ഡേറ്റ് ആണ് പാണ്ട അപ്ഡേറ്റ്. ഇനി ഇതിന് വേറൊരു പേരുണ്ടായിരുന്നു, ഫാർമർ അപ്ഡേറ്റ് എന്നും ഇതിനെ പറയപ്പെടാറുണ്ട്. ഫാർമർ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാണ്ട അപ്ഡേറ്റിൻ്റെ വേറൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഫാർമർ എന്ന് പറയുക, അല്ലെങ്കിൽ ഫാർമർ അപ്ഡേറ്റ് എന്ന് അറിയപ്പെടുന്ന അപ്ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ട അപ്ഡേറ്റ്. അതൊക്കെ ചിലപ്പം ഇൻ്റർവ്യൂവിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുത്തി ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഫാർമർ, പാണ്ട